ജമ്മു-കശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുവിലെ ഉധംപൂരിൽ ബിജെപി റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കശ്മീരിന് സംസ്ഥാന പദവി ഉടൻ നൽകുമെന്നും 500 വർഷത്തെ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ ഫലമാണ് രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉധംപൂരിലെ ബിജെപി സ്ഥാനാർത്ഥി ഡോക്ടർ ജിതേന്ദ്ര സിംഗിന്റെയും ജമ്മുവിലെ സ്ഥാനാർത്ഥി ജുഗൽ കിഷോർ ശർമ്മയുടെയും പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിൽ എത്തിയത്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയ ശേഷം ജമ്മു കശ്മീരിൽ വന്ന മാറ്റങ്ങൾ പ്രധാനമന്ത്രി വിശദീകരിച്ചു. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനോ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കോ ധൈര്യമുണ്ടോ എന്നും പ്രധാനമന്ത്രി വെല്ലുവിളിച്ചു. हिंदुस्तान की कोई पॉलिटिकल पार्टी हिम्मत करके आ जाए, विशेष करके मैं कांग्रेस को चुनौती देता हूं, वो घोषणा करे वो 370 को वापस लाएंगे, ये देश उनका मुंह तक देखने को तैयार नहीं होगा. ജമ്മു കശ്മീരിന്റെ മണ്ണിൽ നിന്ന് രാമജന്മഭൂമി പ്രക്ഷോഭം ഓർമ്മപ്പെടുത്തിയ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാക്കൾ ബംഗ്ലാവിൽ താമസിച്ചപ്പോൾ രാംലല്ല കഴിഞ്ഞത് ടെന്റിലാണെന്ന് കുറ്റപ്പെടുത്തി. वर्षों तक लोगों ने अपनी ही आस्था के लिए क्या क्या नहीं झेला. कांग्रेस और उसके सहयोगी दलों के नेता बड़े बड़े बंगलों में रहते थे, लेकिन जब रामलला के टेंट बदलने की बात आती थी, टेंट पर जो ताड़पत्री वो बदलने की बात आती थी, तो लोग मुंह फेर लेते थे, अदालतों की धमकियां देते थे. ജമ്മു കശ്മീരിനെ പിന്നോട്ടടിച്ചത് കോൺഗ്രസും PDPയും നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ കക്ഷികളെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഈ മാസം 19 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഉധംപൂരിൽ പോളിംഗ്. ജനം, ഡൽഹി.